നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ ആരെങ്കിലും പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മളെന്താ ചെയ്യുക? അവരോട് കൂടെയുള്ള ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ അവരെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ യാത്ര അയക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് നമ്മളൊരു സ്റ്റാറ്റസോ സ്റ്റോറിയോ ഇടും. അതിനൊരു ഇമോഷണൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടൊക്കെ ഇട്ട് നല്ല വൈബാക്കിയിട്ട് നമുക്ക് സങ്കടമുണ്ട് എന്ന് നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്റ്റോറിയോ ഒരു സ്റ്റാറ്റസോ ഇടും. ഇതിൻ്റെ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരിചയത്തിൽ ഒരുപാട് പേര് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അധികം പ്രവാസി പണം വരുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഇന്ത്യയിലേക്കാണ് ഏറ്റവും കൂടുതൽ പ്രവാസി പണം വരുന്നത്. അതിൽ തന്നെ അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എന്നാണ് 2023 കണക്ക് പറയുന്നത്. 2023 കണക്ക് പ്രകാരം 12,500 കോടി ഡോളറാണ് ഇന്ത്യയിലേക്ക് പ്രവാസി പണം മാത്രമായിട്ട് വന്നിട്ടുള്ളത്. അമേരിക്ക മുന്നിലുണ്ടെങ്കിലും തൊട്ട് പിന്നിൽ തന്നെയുള്ള മറ്റ് രണ്ട് രാജ്യങ്ങളാണ്, ഒന്ന് മെക്സിക്കോ, മറ്റേത് ചൈന. ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കയുടെ തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്നും ഒരുപാട് പേര് അമേരിക്കയിലും മെക്സിക്കോയിലും ചൈനയിലൊക്കെ എത്തിയിട്ടുണ്ട്. അവരയക്കുന്ന പണങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്നും ഒരുപാട് പേര് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ മറ്റൊരർത്ഥം. നമുക്ക് ഒരുപാട് പണം വരുന്നുണ്ട്, അത് പ്രവാസി പണം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഒരുപാട് പേര് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രവാസിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ ചിലപ്പോൾ പ്രവാസി ജീവിതം നയിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അഭിമാനിക്കുന്ന ഒരു ചെറിയ കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ പണമാണ് ഇന്ത്യയിൽ കൂടുതൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കെൻമി ഡിജിറ്റൽ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്